ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. Hello. The first sentence is here. I woke up at 6 o'clock yesterday. I woke up at 6 o'clock yesterday. ഞാൻ ഇന്നലെ 6 മണിക്ക് ഉണർന്നു. ഇന്നലത്തതാണ്, ഉണർന്നു കഴിഞ്ഞു. അപ്പം അത് വേക്കപ്പ് അല്ല, വോക്കപ്പ്. വേർബ് ടു, V2 ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സെന്റൻസ്. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് കോഫി യെസ്റ്റർഡേ. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് കോഫി യെസ്റ്റർഡേ. ഡ്രിങ്ക് ആണ്, നമ്മൾ കുടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഡ്രിങ്ക് ആണ്, V1 ഫോം. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി, അത് ഞാൻ ഒരു കാപ്പി കുടിച്ചു. അത് ഇന്ന് കുടിച്ച കാര്യമാണ്. ഞാൻ ഇന്നലെ കുടിച്ചത് പറയുമ്പോൾ അതെന്തായി? ഡ്രിങ്ക് ഡ്രാങ്ക് ആയി മാറി അല്ലേ, V2 ആയി. I drank a cup of coffee yesterday. The third sentence. I went to shopping mall yesterday. I went to shopping mall yesterday. ഞാൻ ഇന്നലെ ഷോപ്പിംഗ് മാളിൽ പോയി. ഗോ ആണ് നമ്മുടെ പോവുക എന്ന് പറയുന്ന വാക്കിന്റെ ട്രാൻസ്ലേഷൻ. ഗോ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അത് V2, പോയി കഴിഞ്ഞത് പറയുമ്പോൾ V2. അപ്പൊ ഗോന്റെ V2 ഫോം എന്താണ്? വെന്റ് ആണ്. ഓക്കെ, ഐ വെന്റ് ടു ഷോപ്പിംഗ് മാൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഷോപ്പിംഗ് മാളിൽ പോയി. നെക്സ്റ്റ് സെന്റൻസ്. ഐ സ്പോക്ക് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഐ സ്പോക്ക് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. വാച്ച്, കാണാൻ എന്നുള്ള വാക്ക്. വാച്ച്ഡ് ആവും, കണ്ടു കഴിഞ്ഞത് അല്ലേ. ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. ഐ റെഡ് ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ. ഐ റെഡ് ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ. അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, റെഡ് എന്നാണ് പറഞ്ഞത്. അത് റീഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റെഡ്. പക്ഷെ റീഡിനും റെഡിനും സെയിം സ്പെല്ലിംഗ് ആണ്. നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ പറയണം, മാറ്റിയിട്ട് അല്ലെ. READ ആണ് റീഡ് എന്ന് പറയുന്ന വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ. റീഡ് അല്ലെ, സ്പെല്ലിംഗ് അതേപോലെ തന്നെയാണ് റെഡിന്റെയും സ്പെല്ലിംഗ്, READ. യെസ്റ്റർഡേത്തെ കാര്യം പറയുമ്പോൾ റീഡ് പാസ്റ്റ് ആവും, V2 ഫോം. അതായത് റെഡ്, ഞാൻ ഇന്നലെ പത്രം വായിച്ചു. ഐ റെഡ് ന്യൂസ് പേപ്പർ yesterday. Last sentence. I danced in the party yesterday. I danced in the party yesterday. ഞാൻ ഇന്നലെ പാർട്ടിയിൽ നൃത്തം ചെയ്തു. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്തു, ഞാൻ ഇന്നലെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സെന്റൻസസ് ഒക്കെ ഫ്രെയിം ചെയ്ത് അത് പഠിച്ചു, ക്ലിയർ ആയി. ഇനി ഇത് ഞാൻ ഇന്നലെ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നെങ്ങനെയാ പറയാ? ഐ ഡോണ്ട് ഡ്രിങ്ക് കപ്പ് ഓഫ് കോഫി. ഐ ഡോണ്ട് വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഇതൊക്കെ നമ്മൾ ഇന്ന് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഡോണ്ട് ആണ് ഉപയോഗിച്ചത്. ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയും ഐ ഡിഡിന്റ് ആണ് യൂസ് ചെയ്യാം. ഐ ഡിഡിന്റ്. അപ്പൊ എന്താവും? ഐ ഡിഡിന്റ് വാക്കപ്പ് ആണോ? അല്ല, അവിടെ V1 ആണ്. ചെയ്തിട്ടില്ല, അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. ഡിഡിന്റിന്റെ കൂടെ V1 ആണ് യൂസ് ചെയ്യുന്നത്. വേർബ് 1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്, V2 അല്ല. നെഗറ്റീവ് സെന്റൻസ് പറയുമ്പോൾ ഇവിടെ ഈ കേസിൽ ഐ ഡിഡിന്റ് വേക്ക് അപ്പ് അറ്റ് 6 o'clock in the morning. ഓക്കെ, V1 ആണ് കേട്ടോ. ഡിഡിന്റിന്റെ കൂടെ V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് ഈ പറഞ്ഞ സെന്റൻസസ്, പോസിറ്റീവ് സെന്റൻസ് ഒക്കെ ഡിഡിന്റ് യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് സെന്റൻസസ് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാം. The first sentence. I didn't wake up at 6 o'clock yesterday. നേരത്തെ നമ്മൾ പറഞ്ഞത് I woke up. ഞാൻ ഇന്നലെ 6 മണിക്ക് എഴുന്നേറ്റു. എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ I didn't wake up ആണ്. Always remember that we will use V1 form with the negative sentence didn't. Didn't കൂടെ V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, I didn't wake up at 6 o'clock yesterday. ഇന്നലെ 6 മണിക്ക് ഞാൻ ഉണർന്നില്ല. Next sentence. I didn't drink a cup of coffee yesterday. I didn't drink a cup of coffee yesterday. ഇന്നലെ ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. നെക്സ്റ്റ് സെന്റൻസ്. I didn't go to shopping mall yesterday. I didn't go to shopping mall yesterday. ഞാൻ ഇന്നലെ ഷോപ്പിംഗ് മാളിൽ പോയിട്ടില്ല. ഇന്നലെ ഷോപ്പിംഗ് മാളിൽ പോയില്ല. നെക്സ്റ്റ് വൺ. I didn't speak English yesterday. I didn't speak English yesterday. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. നെക്സ്റ്റ് സെന്റൻസ്. I didn't watch a movie yesterday. I didn't watch a movie yesterday. ഞാൻ ഇന്നലെ സിനിമ കണ്ടില്ല. നെക്സ്റ്റ് സെന്റൻസ്. I didn't read newspaper yesterday. I didn't read newspaper yesterday. ഞാൻ ഇന്നലെ പത്രം വായിച്ചിട്ടില്ല. The last one. I didn't dance in the party
yesterday. I didn't dance in the party yesterday. ഞാൻ ഇന്നലെ പാർട്ടിയിൽ നൃത്തം ചെയ്തില്ല. Okay, clear? Another important thing to notice here is we use the same thing in all actors. That is, with I, you, they, we, he, she, everybody, and name, we use the same pattern. ഓക്കെ, ഐൻ വെച്ചിട്ടുള്ള സെന്റൻസസ് ആണ് നമ്മളിപ്പോൾ ഫ്രെയിം ചെയ്ത് പഠിച്ചത്. ഇനി അത് യു വെച്ചിട്ടാണെങ്കിലും സെയിം ആണ്. യു ഡിഡൻ wake up or you drink a cup of coffee എന്നാ പറയാ. ഓക്കെ, അതിപ്പോ ഹി ആണെങ്കിലോ ഹി യൂസ് ചെയ്തിട്ടാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹി woke up at 6 o'clock yesterday. He went to shopping mall yesterday. അത് ഷീ ആണെങ്കിൽ she went to shopping mall yesterday. If it is a name, അതൊരു നെയിം ആണെങ്കിലോ ജോണിനാണ് പറയുന്നെങ്കിലോ John went to shopping mall yesterday. John spoke English yesterday. അതായത് I, you, Devi, he, she, everybody and name ഇതിൻ്റെ ഒക്കെ കൂടെ ഈ സെയിം പാറ്റേൺ ആണ്. നോ ചേഞ്ച്. അത് നെഗറ്റീവ് സെന്റൻസ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പോസിറ്റീവ് സെന്റൻസ് പറയുമ്പോഴും ദ സെയിം തിങ്. ഓക്കെ, now we can do our translation task. Today's translation task is here. The first sentence, നീ ഇന്നലെ കടയിലേക്ക് പോയോ? നീ ഇന്നലെ കടയിലേക്ക് പോയോ? Did you go to the store yesterday? Did you go to the store yesterday? Second sentence, അവൾ പുതിയ പാചകക്കാരനെ നിയമിച്ചില്ലേ? അവൾ പുതിയ പാചകക്കാരനെ നിയമിച്ചില്ലേ? Didn't she hire a new cook? Didn't she hire a new cook? If it is chef, അതും കറക്റ്റ് ആണ്. ഓക്കെ, തേർഡ് സെന്റൻസ്, ഞാൻ ധാരാളം വെള്ളം കുടിച്ചു. I drank a lot of water. I drank a lot of water. Fourth one, ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കിയില്ല. I didn't clean my room. I didn't clean my room. Fifth one, ഞാൻ എൻ്റെ പുതിയ പ്രൊജക്ട് പൂർത്തിയാക്കി. I finished my new project. I finished my new project. Sixth one, തരുൺ ആമസോണിൽ നിന്ന് പുതിയ വാച്ച് വാങ്ങിയോ? Did Tarun buy a new watch from Amazon? Did Tarun buy a new watch from Amazon? Seventh one, നിന്റെ സഹോദരൻ ബാലവേലക്കെതിരെ പോരാടിയില്ലേ? Didn't your brother fight against child labor? Didn't your brother fight against child labor? Eighth one, ഞാൻ എൻ്റെ സൈക്കിൾ കൊണ്ട് ഒരു കുട്ടിയെ ഇടിച്ചില്ല. I didn't hit a child with my bicycle. I didn't hit a child with my bicycle. Ninth one, ഒരു കോമഡി സിനിമ കണ്ട് സഹപാഠികൾ ഒരുപാട് ചിരിച്ചു. My classmates laughed a lot after watching a comedy movie. My classmates laughed a lot after watching a comedy movie. Tenth one, the last one, ഇന്നലെ എപ്പോഴാണ് അവൾ ഉണർന്നത്? When did she wake up yesterday? When did she wake up yesterday? ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.